നിലവിളക്ക് ഈ സാധാരണ ഒരു ബൾബ് പോലല്ലേ ഉള്ളൂ. എന്താണ് നിലവിളക്കിന് പ്രത്യേകമായ ശ്രേഷ്ഠത? ഈ നിലവിളക്ക് കത്തിച്ചു വെച്ച ഒരു ക്ഷേത്രത്തിലല്ലേ കാശ്മീരിൽ ഒരു മുസ്ലിം ബാലികയെ കൊന്നത് എവിടെ വെച്ചാ? പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ചല്ലേ. കേരള നിയമസഭയിലല്ലേ ഒരു MLA ജയ് ഭീം ജയ് ഭീം എന്ന് വിളിക്കുന്നത് പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് ചോദിച്ചത് പുരോഗമനകാരിയായ ഒരു MLA യാ. ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് തങ്ങൾ ബ്രാഹ്മണരിൽ നിന്നും മതം മാറി വന്നവരാണെന്ന്. ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാത്ത ജാതി കുശുമ്പാണ് യഥാർത്ഥത്തിൽ ജാതി അവഹേളനമായി ആരുടെ മുമ്പിൽ വരുന്നത്? വിനായകന്റെ മുമ്പിലും അതുപോലെ തന്നെ IM വിജയനെയും തെറിവിളിക്കാനായിട്ട് വരുന്നത്. കേരളത്തിലെ ദളിതരും ആദിവാസികളും തിരിച്ചറിയേണ്ടത് അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി ഒരു പോരാട്ടവും പരിവാരികൾ നടത്തിയിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും കോലം കത്തിച്ചവരാണ് ഇന്ത്യയിലെ പരിവാരികൾ. നമ്മളത് ഓർക്കണം. ജാതിക്കകത്ത് ഉപ്പിലിട്ടൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പച്ചൻ ബൈബിള് കത്തിച്ചതിന്റെ രാഷ്ട്രീയ സന്ദർഭം എന്താണ്? സർ, ഈ അടുത്താണ് IM വിജയന്റെ മകന്റെ കല്യാണം. ആ മകന്റെ കല്യാണ സമയത്ത് നിലവിളക്കിന് മുന്നിൽ ചെരുപ്പിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിരുന്നു. ആ ഒരു കല്യാണത്തിന്റെ വിഷ്വൽ വന്നപ്പോൾ ഈ ചെരുപ്പിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള തെറി അഭിഷേകമൊക്കെ നടന്നിരുന്നു. കാരണം നിലവിളക്കിന്റെ മുന്നിൽ ചെരുപ്പിട്ടിരിക്കാൻ ഇവൻ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂര തെറി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിട്ടു കാര്യങ്ങൾ. സാർ, ഈ ഇത്തരം തെറി അഭിഷേകം നടത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവിടെ അന്ന് ആ ഒരു കല്യാണ വേളയിൽ വന്നിരുന്ന വിനായകനും ഒരുമിച്ചിരുന്നപ്പോൾ ഒരു ജാതി അധിക്ഷേപവും കൂടി നടത്തിയിരുന്നു. അതായത് ഇന്ന സമൂഹത്തിൽപ്പെട്ടവരെല്ലാവരും ഒരുമിച്ചാണ് എന്ന് പറഞ്ഞിട്ട് മറ്റു രീതിയിലൊക്കെ ആയിരുന്നു ആളുകൾ കമന്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ഇന്നും ജാതീയ രീതിയിലുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ജാതീയമായിട്ട് ഈ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ്. തീർച്ചയായിട്ടും സംശയരഹിതമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ രീതിയിൽ ജാതി നിലനിൽക്കുന്നുണ്ട്. ജാതിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. നോക്കൂ, പല കേരളത്തിലെ പല ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന എഴുത്തുകാർ, അതുപോലെ തന്നെ കലാകാരന്മാർ, ബുദ്ധിജീവികൾ, ചിന്തകർ, ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പോയി നോക്കിയാൽ അറിയാം അതിഭീകരമായ തെറിയാണ്. അവർ പറയുന്ന വാദങ്ങളോട് ഒരു എതിർവാദം ഉന്നയിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, എന്തുകൊണ്ടത് തെറ്റാകുന്നു എന്നാണ് വിശദീകരിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല, തെറി മാത്രം എഴുതുക. അത് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളില്ല. ഒന്ന്, ഇവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സവർണ മീഡിയ ആയിട്ട് നിലനിൽക്കണം. അതിനകത്തൊരു ദളിത് റെപ്രസെൻറ്റേഷനോ ഒരു ബഹുജൻ റെപ്രസെൻറ്റേഷനോ ഒരു OBC റെപ്രസെൻറ്റേഷനോ പാടില്ല. നമുക്ക് സ്ത്രീകൾക്ക് നേരെ എന്തൊരു ഭീകരമായ അതിക്രമങ്ങളാണ്. സ്ത്രീകൾ എന്തെങ്കിലും ഒരു എന്താണ് വളരെ ബോൾഡായിട്ടൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എത്ര ഭീകരമായ അതിക്രമമാണ് സോഷ്യൽ മീഡിയ നടക്കുക. സ്ത്രീകൾക്ക് നേരെ, ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ, ഇങ്ങനെയാണ്. തന്നെയല്ല, നമ്മളിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇത് സോഷ്യൽ മീഡിയ ഒരക്കൗണ്ടിൽ നിന്ന് മാത്രം ഒരക്കൗണ്ടിൽ നിന്ന് മാത്രമൊന്നും അല്ലല്ലോ ഈ തെറി വരുന്നത്. ഒരേ സമയം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും തെറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു വലിയ കാശുമുള്ള ഈ സാധാരണ ഈ നമ്മുടെ പുരോഗമന പക്ഷത്തുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ച ദളിത് വിഭാഗത്തു നിന്നുള്ള, ബഹുജൻ വിഭാഗത്തു നിന്നുള്ള എഴുത്തുകാരെയൊക്കെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു താക്കോൽ വാക്യമാണ്, അധിക്ഷേപിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു താക്കോൽ വാക്യമാണ് നിങ്ങൾ ജിഹാദികളാണ്, ജിഹാദി ഫണ്ട് കൊണ്ട് ആണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. നോക്കൂ, ഇന്ത്യയിലെയും കേരളത്തിലെയും ദളിതർക്കോ ആദിവാസികൾക്കോ എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ എന്തെങ്കിലും ഫണ്ട് കിട്ടിയാൽ മാത്രമേ അത് പറയാൻ കഴിയൂ എന്നുള്ളത് രണ്ട് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ പറയുന്നവർ ഇത്തരം ഫണ്ട് മേടിച്ച് പറയുന്നവരാണ്. ഈ തെറി വിളിക്കുന്നത് തന്നെ ഫണ്ട് മേടിച്ചിട്ട് തെറി വിളിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും അതുപോലെ തന്നെ സെക്കുലർ ആയിട്ടുള്ള ആളുകളെയും തെറി വിളിക്കുന്ന മുഴുവൻ തെറിയന്മാരും, മുഴുവൻ തെറി വിളിക്കുന്ന ആളുകളും ഫണ്ട് മേടിച്ചിട്ടാണ് തെറി വിളിക്കുന്നത്. അതിന് വലിയ രീതിയിൽ ആഗോള അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വ ശക്തികളുടെ വലിയ പിന്തുണയുണ്ട് ഈ തെറി വിളിക്ക് പിന്നിൽ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തെറി വിളിച്ച്
ഇത്തരം ആശയങ്ങൾ, പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ജനാധിപത്യപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അവരുടെ ഒരു സാന്നിധ്യം പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ഫ്യൂഡൽ നാടുവാഴിത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും സ്ത്രീകളെയും അദൃശ്യവൽക്കരിച്ചത്, അതുപോലെ തന്നെ പുതിയ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇവരെ അദൃശ്യവൽക്കരിക്കാൻ വേണ്ടി തെറി വിളിച്ചും അധിക്ഷേപിച്ചും അദൃശ്യവൽക്കരിക്കാമെന്നൊരു സിദ്ധാന്തം ഏതാണ്ടൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ തെറിവിളി തുടരുന്നത് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അദ്ദേഹം നിലവിളക്കിന് മുമ്പിൽ, അതായത് ഈ IM വിജയൻ നിലവിളക്കിന് മുമ്പിൽ ചെരുപ്പിട്ടത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ഇട്ടു എന്ന് വെച്ചോ, അത് തെറ്റാണെങ്കിൽ പോലും ജാതീയമായിട്ട് അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ട്? ഞാൻ ചോദിക്കുന്നത്, നിലവിളക്കിൻ്റെ മുമ്പിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും നിയമങ്ങൾ ഇന്ത്യയിലുണ്ടോ? അല്ലെങ്കിൽ നിലവിളക്ക് ഒരു ഭരണഘടനാപരമായ എന്തെങ്കിലും വസ്തുവാണോ? ഇപ്പം നമുക്ക് ദേശീയഗാനം ചൊല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അറ്റൻഷനായിട്ട് നിൽക്കണം എന്ന് പറയാറുണ്ട്. അതൊരു പൊതു നിയമമാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിലവിളക്കിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടന നിലവിളക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ടോ? നിലവിളക്ക് കൊളുത്തുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരിയിരിക്കണം എന്നെവിടെങ്കിലും പരാമർശമുണ്ടോ? ഒരു പരാമർശവും ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു മനുഷ്യർ നിലവിളക്ക് കത്തിക്കുമ്പോൾ, നിലവിളക്ക് ഈ സാധാരണ ഒരു ബൾബ് പോലല്ലേ ഉള്ളൂ. എന്താണ് നിലവിളക്കിന് പ്രത്യേകമായ ശ്രേഷ്ഠത? ഇവിടെ നമ്മൾ എത്ര ലൈറ്റ് ഇട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രകാശം, പണ്ട് കാലത്ത് പ്രകാശത്തിന് വേണ്ടി കത്തിച്ചു വെച്ചിരുന്ന ഒരു കാര്യം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്താണ് അതിന് ഇത്ര പവിത്രതയുള്ളത്? ആ പവിത്രത ബ്രാഹ്മണ്യം കൽപ്പിക്കുന്ന പവിത്രതയാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബ്രാഹ്മണ്യം കൽപ്പിക്കുന്ന പവിത്രതയാണ്. അല്ലാതെ നിലവിളക്കിനെ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ നിലവിളക്ക് കത്തിച്ചു വെച്ച ഒരു ക്ഷേത്രത്തിലല്ലേ കാശ്മീരിൽ ഒരു മുസ്ലിം ബാലികയെ കൊന്നത് എവിടെ വെച്ചാ? പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ചല്ലേ. അത് ആരാണത് കൊന്നത്? ആരാണ് കൊന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഗാന്ധി ഭഗവത്ഗീതയും കയ്യിലേന്തി നടന്ന ഗാന്ധിയെ കൊന്നത് ആരാ? ഇവർ വലിയ പവിത്രതയോടുകൂടിയാണല്ലോ പല കാര്യങ്ങളും കാണുന്നത്. ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം വഹിച്ചത് ആരാ? ഈ ഹിന്ദുത്വ പരിവാരികളല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിലവിളക്ക് കൊളുത്തി വെച്ച സ്ഥലത്തു നിന്നല്ലേ അയോധ്യയിൽ വലിയ കൊള്ള നടത്തിയത്? ശബരിമലയിൽ നിലവിളക്ക് കൊളുത്തിയ സ്ഥലത്തു നിന്നല്ലേ ഇവര് സ്വർണവും പണമെല്ലാം അടിച്ചു മാറ്റിയത്? കേരളത്തിലെയും ഇന്ത്യയിലെയും സവർണ ഒളിഗാർക്കി ഭരണകൂടങ്ങൾ, വ്യക്തികൾ തന്നെയല്ല. നോക്കൂ, പണ്ട് കേരളത്തിൽ ഈ ശൂദ്ര സംബന്ധം നിലനിന്നിരുന്നു. ശൂദ്ര സംബന്ധം എന്താണ്? ശൂദ്ര സംബന്ധം ബ്രാഹ്മണര് സന്ധ്യയാകുമ്പോൾ ഇനി വരും ശൂദ്രന്മാരുടെ വീട്ടിൽ. അപ്പൊ നിലവിളക്ക് അവിടെയും നിലവിളക്കുണ്ട്. അപ്പൊ നിലവിളക്കിന് സാക്ഷിയായിട്ടാണ് ഈ സംബന്ധ പരിപാടികളെല്ലാം അരങ്ങേറിയിട്ടുള്ളത് എന്ന് അത് സംബന്ധിച്ച രേഖകളെല്ലാം കേരളത്തിലെ ശൂദ്ര സംബന്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇതെന്റെ അഭിപ്രായമൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ റോബിൻ ജെഫ്രി മുതലായിട്ടുള്ള ചരിത്ര സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പഠനം നോക്കുമ്പോൾ ഈ സംബന്ധത്തിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അന്ന് പ്രകാശത്തിന് വേണ്ടി എന്താ ഉപയോഗിച്ചിരുന്നത്? അപ്പൊ നിലവിളക്കിന് മുമ്പിൽ അത്തരം സംബന്ധ പ്രവർത്തികളാവാം, അതിൽ വിരോധമില്ല. ക്ഷേത്രത്തിനുള്ളിൽ നിലവിളക്ക് കത്തിച്ച് മുസ്ലിം ബാലികയെ പീഡിപ്പിക്കാം, അതിനും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിളക്ക് സമ്പൂർണമായും ആചാരത്തിന്റെ ഭാഗമായിരുന്നു. നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അങ്ങനെ ആചാരത്തിന്റെ പൂർണ്ണമായിട്ടും ഭാഗമൊന്നും ആയിരുന്നില്ല. പക്ഷെ നിലവിളക്ക് തീർച്ചയായിട്ടും ആചാരത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രകാശനം മാത്രമല്ല, ആചാരപരമായിട്ട് വിളക്ക് കൊളുത്താനും ആചാരപരമായിട്ട് കളം വരച്ച് അതിൽ ആ വിളക്കിലേക്ക് ദേവിയെയോ ദേവന്മാരെയോ ആവാഹിക്കാനും അത് ഉപയോഗിച്ചിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ പവിത്രമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ തന്ത്രത്തിൽ തന്നെ പറയുന്നത് ഒരു വസ്തു പവിത്രമാകുന്ന എപ്പോഴാ? ഒരു വസ്തു പവിത്രമാകുന്നത് അത് ഏത് ഘട്ടത്തിൽ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മാത്രം അത് പവിത്രമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കപ്പെടും. നിലവിളക്ക് എവിടെങ്കിലും വെച്ചാൽ ആ വെക്കുന്ന സ്ഥലമെല്ലാം പവിത്രമായിരിക്കണം. നിലവിളക്ക് വെക്കുന്ന സ്ഥലത്തു നല്ല ആളുകൾ ചെരുപ്പ് ഉരുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊന്നും നിലവിളക്കിന്റെ പ്രശ്നമല്ല. നീ ഇത്രയും വലിയ പണക്കാരനായിട്ട് നീ പഴയ കോളനി സ്വഭാവം ഉപേക്ഷിച്ചില്ലെന്നാണല്ലോ പിന്നെ IM വിജയനോട് ചോദിച്ചത്. അപ്പൊ കോളനി ഉണ്ടാക്കിയത് ആരാ? ദളിതർ. ഇന്ത്യയിലെ ദളിതരുടെയോ ആദിവാസികളുടെയോ തെരഞ്ഞെടുപ്പായിരുന്നോ കോളനി?
ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല കോളനി. ഇന്ത്യയിലെ ദളിതരോ ആദിവാസികളോ തിരഞ്ഞെടുത്തതാണ്. ഞങ്ങൾ കോളനിയിൽ ജീവിച്ചോളാം എന്നും പറഞ്ഞ് ആരെങ്കിലും കോളനിയിലേക്ക് പോയോ? അല്ല. ഭൂപരിഷ്കരണത്തിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിലെ ആദിവാസികളും കേരളത്തിലെ ദളിതരും കോളനിവൽക്കരിക്കപ്പെടുക ചെയ്തത്. കോളനിവൽക്കരിക്കപ്പെടുക, 2 സെന്റും 3 സെന്റിലേക്ക് ഒതുക്കപ്പെടുക ചെയ്തത്. ആരാ ഒതുക്കിയത്? അത് ഇവിടുത്തെ വരേണ്യ ഭരണകൂടമല്ലേ അവരെ ഒതുക്കിയത് അങ്ങനെ. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് നിങ്ങൾ കോളനികളല്ലേ എന്ന്. കോളനികളാക്കിയതാരാ? ഈ കോളനി വാസത്തിന് അവരെ നിർബന്ധിച്ച് തള്ളിയിട്ട്, കോളനി വാസത്തിലേക്ക് നിർബന്ധിച്ച് തള്ളിയിട്ടതാരാ? അത് ഈ വരേണ്യ ഭരണകൂടമല്ലേ. അപ്പൊ അത്തരം ചരിത്രമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. കോളനികൾ, ചില വാക്കുകളൊക്കെ പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നതും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെന്തോ കേമന്മാരായി എന്നും അവരോട് ആ ഒരു അധിക്ഷേപം ചൊരിയുന്നതോടുകൂടി അവരങ്ങ് പേടിച്ച് പിൻവലിയുമെന്ന് പറയുന്ന ഒരു സംഗതിയാണ്. തന്നെ ഈ ഫേസ്ബുക്കിന്റെ ഒരു അൽഗോരിതം പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം മൊത്തത്തിൽ പരിശോധിച്ചാൽ അറിയാം, സോഷ്യൽ മീഡിയയ്ക്ക് ജാത്യവഹേളനം തടയാനുള്ള യാതൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. 2026 എന്ന് പറയുന്ന കാലഘട്ടത്തിലും ഇത്തരം ജാതി അധിക്ഷേപങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത്, കാരണം അത്രയും നമ്മൾ ഡെവലപ്പായി എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ഡെവലപ്മെന്റും ആയിട്ടില്ലെന്നേ. നമുക്ക് മൊബൈൽ വന്നു എന്ന് പറയും, നമ്മൾ ഡെവലപ്മെന്റ് ആയോ? വൈജ്ഞാനിക വികാസം കേരളത്തിലെ മലയാളികൾക്കുണ്ടായിട്ടുണ്ടോ? വൈജ്ഞാനിക വികാസം മലയാളികൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയി ഇരിക്കുവോ ആളുകൾ? വൈജ്ഞാനിക വികാസം ഉണ്ടാകാത്തൊരു സമൂഹമാണ് കേരളത്തിലെ മലയാളികൾ. വൈജ്ഞാനികമായ യാതൊരു വികാസവും ഇല്ല. MSc ഫിസിക്സ് MSc സയൻസും പഠിച്ചിട്ട് വാസ്തുശാസ്ത്രം നോക്കാൻ പോകുന്നവരാ. അങ്ങനെ വാസ്തുശാസ്ത്രം നോക്കാൻ പോകുന്നവരാ. എനിക്ക് രസകരമായ എൻ്റെ ഒരു അനുഭവം പറയാൻ. അടുത്തിടെ ഞാനൊരു സഹപ്രവർത്തകരുമായിട്ട് ഒരു ചർച്ച ചെയ്യുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യം, ഈ സൂര്യഗ്രഹണ സമയത്തുണ്ടാകുന്ന രശ്മികൾ മനുഷ്യരെ ബാധിക്കും. ഇത് പറഞ്ഞത് MSc മാത്തമാറ്റിക്സുകാരെയാ, സയൻസ് പഠിക്കുന്ന ഒരു ടീച്ചറാണ് ഇത് പറയുന്നത്, അതിനുവേണ്ടി വാദിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇത് ചാറ്റ് GPT, ഞാൻ എൻ്റെ വാദങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയാം എൻ്റെ വാദമാണ് പറയുന്നതെന്ന്. നമുക്ക് കുറഞ്ഞ പക്ഷം ഈ കാര്യം ചാറ്റ് GPT ഒന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് ഇത് എഴുതി, സൂര്യഗ്രഹണ നമുക്ക് ഉത്തരം അറിയാം എങ്കിലും അവരത് അംഗീകരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചാറ്റ് GPT പറഞ്ഞാൽ അവർ ചിലപ്പോൾ അംഗീകരിച്ചേക്കും. അപ്പൊ ഞാൻ ചാറ്റ് GPT ചോദിച്ചു, സൂര്യരശ്മികൾ, പ്രത്യേകിച്ച് ഈ ഗ്രഹണ സമയത്തുള്ള രശ്മികൾ മനുഷ്യരെ ബാധിക്കുമെന്ന് എന്നുള്ളതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വായിച്ചു കൊടുത്തിട്ട് പോലും അവർ സമ്മതിക്കത്തില്ല. സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാ, MSc മാത്തമാറ്റിക്സുകാരിയാ, മാത്തമാറ്റിക്സ് പഠിച്ചവരാ. നമ്മുടെ വിദ്യാഭ്യാസ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും ഈ യാന്ത്രികമായിട്ട് സയൻസ് പഠിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് സയൻസ് ഒരു ചിന്താരീതിയായി, ജീവിത രീതിയായി നമുക്കിപ്പോഴും മലയാളികൾക്ക് മാറി തീർന്നിട്ടില്ല. ക്ലാസ്സിൽ പോയി സയൻസ് പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയാ. എന്നിട്ട് വീട്ടിൽ വാസ്തുശാസ്ത്രം നോക്കും, വാസ്തു അനുസരിച്ച് വീട് വെക്കും. ഇങ്ങനെ വിചിത്രമായ വിചിത്രതയാർന്ന ലോകത്ത് ജീവിക്കുന്നവരാണ് മലയാളികൾ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിങ്ങനെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ രീതിയിലാണ് മലയാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വൈജ്ഞാനിക വികാസം ഉണ്ടായൊരു സമൂഹമൊന്നും ആണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇനിയും പറയാറായിട്ടില്ല. വൈജ്ഞാനിക വികാസം എന്താണ്? വൈജ്ഞാനിക വികാസം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വികാസമാണ്. എന്താണ് സാമൂഹ്യ ശാസ്ത്രം പറയുന്നത്? അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് എന്താണ്? ചരിത്രം പറയുന്നത് മനുഷ്യവംശത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് പങ്കുവെക്കലിൻ്റെയും കൊള്ളകൊടുക്കലിൻ്റെയും മനുഷ്യരുടെ ജാതി മിശ്രിതമുള്ള ഒരു സമൂഹമാണെന്നാണ് ചരിത്രം പറയുന്നത്, നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ജനിതക ശാസ്ത്ര പഠിതാക്കൾ പറയുന്നത്. പക്ഷെ നമ്മൾ അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ജാതി നോക്കി വിവാഹം നടത്തുന്ന ഒരു സ്ഥലമല്ലേ കേരളം? ഇപ്പോഴും നമ്മുടെ ചാനലുകളിൽ നായർ മാട്രിമോണി ഇല്ലേ? അതെന്തുകൊണ്ടാ? നമ്മളങ്ങ് സമ്പൂർണ്ണമായിട്ട് വലിയ സാമൂഹ്യ വികാസം വന്ന ആളുകളാണോ? ജാതിക്കുള്ളിലുള്ള വിവാഹത്തിലൂടെ രോഗങ്ങൾ പടരുമെന്നും ആ സമൂഹത്തിനുള്ളിൽ തന്നെ രോഗങ്ങൾ നിലനിൽക്കുമെന്നും എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. എന്നിട്ടും ജാതിക്കുള്ളിൽ തന്നെ വിവാഹം നടത്തുന്ന ഒരു സമൂഹമാണ് കേരളം. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ വലിയ പുരോഗമനകാരികളാണെന്ന്. ഒട്ടും പുരോഗമനം ഇല്ലാത്തവരാ, യാതൊരു പുരോഗമനവും ഇല്ലാത്ത, സാങ്കേതിക വിദ്യകളുടെ ചില സുഖം
അനുഭവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് സാമൂഹ്യ ശാസ്ത്രപരമായി, ചരിത്രപരമായി, സയൻസിന്റെ ചിന്താരീതിയുടെ ഒന്നും വെളിച്ചം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹമാണ് മലയാളികൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ, സത്യസന്ധമായ ആ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പരിമിതി നമുക്ക് മറികടക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരു വലിയ സങ്കുചിത മനസ്കരായിട്ടുള്ള മലയാളികളാണ് IM വിജയന്റെ നേർക്ക് തെറി പറയുന്നത്. അതിന് തെറി പറയുന്നതിന് കാരണം ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാത്ത ജാതി കുശുമ്പാണ് യഥാർത്ഥത്തിൽ ജാതി അവഹേളനമായി ആരുടെ മുമ്പിൽ വരുന്നത്? വിനായകന്റെ മുമ്പിലും അതുപോലെ തന്നെ IM വിജയനെയും തെറി വിളിക്കാനായിട്ട് വരുന്നത്. നോക്കൂ, എത്രയോ ആളുകൾ ഈ പറയുന്ന രീതി വിവാഹം നടത്തിയിട്ടുണ്ട്. ചെരുപ്പ് ഇടുന്നുണ്ടാവും, ഇടാത്തതും ഉണ്ടാവും. അവരുടെയൊക്കെ നേർക്ക് ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇപ്പൊ പുലിനഖത്തിന്റെ കേസ്, പുലിനഖം ആരൊക്കെ ഇട്ടിട്ട്? സുരേഷ് ഗോപി പുലിനഖം ഇട്ടിട്ട് ഏതെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കാൻ ചെന്നിട്ടുണ്ടോ? അല്ലെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആളുകളുടെ കഴുത്തിൽ എത്രയോ പേരുടെ കഴുത്തൽ പുലിനഖം ഉണ്ട്, അത് അന്വേഷിക്കാൻ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ? പക്ഷെ ചില പ്രത്യേക കക്ഷികളുടെ കഴുത്തൽ പുലിനഖം കടന്നാൽ ഉടനെ അന്വേഷിക്കാൻ ചെല്ലും. ഞാൻ ആരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇരട്ട മുഖമുള്ള വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഇരട്ട മുഖമുള്ള ദളിത് ബിന്ദുവിനോടും പോറ്റിയോടും രണ്ടു തരത്തിലുള്ള സമീപനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ തരം താഴുന്ന രീതിയിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ഭരണകാലം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം ഒന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ? ഉണ്ടായിരുന്നില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സംവരണം നടപ്പിലാക്കണമെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ തീരുമാനിച്ചു. 10 കൊല്ലം ഭരിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ ഭരണകൂടത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ദളിതരുടെയും ആദിവാസികളുടെയും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഈ കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. അതിനെ ജനാധിപത്യവൽക്കരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടു. നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന്റെ ഇരയായതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയാത്തതിന്റെ ദുരന്ത ഫലമാണ് ആരനുഭവിച്ചത്? നിതിൻ രാജ സ്ഥാപനവൽകൃതമായ ഒരു ഹിംസയ്ക്ക് ഇരയായതിലൂടെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നു, പക്ഷേ ഇടതുപക്ഷത്തിന്റെ കാലത്ത് ദളിതർക്ക് അനുകൂലമായിട്ട് എന്താണ് നടന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. വളരെ നിസ്സാരമായത് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? അവര് ഹിന്ദുക്കളാണെന്നാണല്ലോ പറയുന്നത്. എന്നിട്ടാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുത്വവാദികൾ ഈ ദളിതരുടെയും ആദിവാസികൾക്കും വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സംവരണം നടപ്പിലാക്കണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഹിന്ദുത്വവാദികൾ വാദിച്ചോ? ഏതെങ്കിലും പരിവാരികൾ വാദിച്ചോ? കേരളത്തിലെ ദളിതരും ആദിവാസികളും തിരിച്ചറിയണം. കേരളത്തിലെ ദളിതരും ആദിവാസികളും തിരിച്ചറിയേണ്ടത് അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി ഒരു പോരാട്ടവും പരിവാരികൾ നടത്തിയിട്ടില്ല. കേരളത്തിലെ ഇന്ന് പിന്നോക്കക്കാർക്ക്, ഈഴവർക്ക്, ദളിതർക്ക്, ആദിവാസികൾക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിത്തട്ട് സമൂഹത്തിൽ നിന്ന് വന്ന പൊയ്കയിലപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മഹാത്മാ ഫൂലെയും ഡോക്ടർ BR അംബേദ്കറിനെ പോലുള്ളവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. അല്ലാതെ ഏതെങ്കിലും സംഘികൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടല്ല കേരളത്തിലെ, ഇന്ത്യയിലെ ദളിതർ ആത്മാഭിമാനത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. ഈഴവർ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഏതെങ്കിലും സംഘികൾ നടത്തിയ സമരത്തിന്റെ ഫലമല്ല, അത് നാരായണ ഗുരുസ്വാമികൾ നടത്തിയ സമരത്തിന്റെ ഫലമാണ്. നോക്കൂ, ഹിന്ദു കോഡ് ബില്ല് പാസാക്കിയപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തി ജവഹർലാൽ നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും കോലം കത്തിച്ചവരാണ് ഇന്ത്യയിലെ പരിവാരികൾ. നമ്മളത് ഓർക്കണം. ഇന്നിപ്പോ അംബേദ്കർ എന്ന് പറഞ്ഞവർ നടക്കുന്നുണ്ടല്ലോ. അംബേദ്കറിന്റെ കോലം കത്തിച്ചവരാണ് പരിവാരികൾ. അപ്പൊ അവർക്ക് അംബേദ്കറുള്ള സ്നേഹം തന്നെ സംശയാസ്പദമാണ്. ഇന്ന് ഒരു വലിയ ഉണർവിന്റെ ഭാഗമായിട്ട് അംബേദ്കറിന്റെ ചിത്രങ്ങൾ, അംബേദ്കറിന്റെ ആശയങ്ങൾ ഒരു ഇന്ത്യയിലെ ഒരു വലിയ ജനത ജാതിമത ഭേദമന്യേ ഉയർത്തിപ്പിടിക്കുന്നു. ആ ഉയർത്തിപ്പിടിക്കുന്നത് കാരണം മാത്രമാണ് അംബേദ്കറിനെ ഹിന്ദുത്വവാദികളും മറ്റു ചില പുരോഗമനക്കാരും ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ അംബേദ്കറിന്റെ ആശയങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല. കേരള നിയമസഭയിലല്ലേ ഒരു MLA ജയ് ഭീം എന്ന് വിളിക്കുന്നത് പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് ചോദിച്ചത് പുരോഗമനകാരിയായ ഒരു MLA. ആരെങ്കിലും പുരോഗമന പക്ഷത്തുള്ള ആരെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞോ? അത് തെറ്റാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഇതാ നമ്മൾ കേരളത്തിലെ പുരോഗമനക്കാർക്കും അംബേദ്കർ ഒരു ശത്രുവാണ്. കാരണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പുരോഗമനകാരികൾ പലരുടെയും പേരിനറ്റത്ത് വാലുണ്ട്.
ജാതിവാൽ കൊണ്ടു നടക്കുന്നവരല്ലേ മലയാളികൾ. ഈ ഹിന്ദുത്വം അല്ലാതെ ന്യൂനപക്ഷത്തിലും ഇതേ കണക്ക് ജാതീയമായിട്ട് ഇരയാവുന്നവരില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ നിലീനമായ ജാതിക്കകത്ത് ഉപ്പിലിട്ടൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ ജാതിയുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ ജാതിയുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ പസ്മന്ത മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ പസ്മന്ത മുസ്ലിങ്ങൾ തൊട്ടുകൂടാത്തവരായിട്ടാണ് കരുതപ്പെടുന്നത്. ഏറ്റവും നികൃഷ്ടരായിട്ടാണ് പസ്മന്ത മുസ്ലിങ്ങളെ പരിഗണിക്കുന്നത്. ഇപ്പം ഈ അടുത്തിടെ ഒരു ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയ ഒരാൾ എന്നോട് സ്വകാര്യമായിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു അയച്ചൊരു മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൾ ഡോക്ടറും മകൻ ഡോക്ടറും, പക്ഷേ ഇസ്ലാമിലേക്ക് മതം മാറിയ ഒരാളാണെന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വിവാഹത്തിന് അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചന് ഹിന്ദുമതത്തിൻ പുറവഴിയെ അനാഥരെന്ന പോലെ സഞ്ചരിച്ചു എന്നും ക്രിസ്തുമതത്തിൻ പുറവഴിയെ അനാഥരെന്ന പോലെ സഞ്ചരിച്ചു എന്നും പൊയ്കയിൽ അപ്പച്ചന് പാടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ക്രിസ്തുമതത്തിനും എന്തുണ്ട്? ജാതിയുണ്ട്. ജാതിയുണ്ട്. വളരെ കൃത്യമായി ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും. സവർണ ക്രിസ്ത്യാനികളുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളെ സവർണ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് തങ്ങൾ ബ്രാഹ്മണരിൽ നിന്നും മതം മാറി വന്നവരാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ഞങ്ങൾ മതം മാറിയവരാണെന്ന് പറയാം, പക്ഷെ ബ്രാഹ്മണരിൽ നിന്നും മതം മാറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രിവിലേജ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇന്ത്യയിൽ മതഭേദമന്യേ ജാതി വ്യവസ്ഥ എല്ലാത്തിലും നിഴലിക്കുകയും ഊറിയിറങ്ങുകയും നിർണയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടായി വന്നല്ലോ. ഈ ദളിത് ക്രിസ്ത്യാനികൾക്ക് വലിയ വിവേചനം നേരിടേണ്ടി വന്നതുകൊണ്ടാണല്ലോ പൊയ്കയിൽ അപ്പച്ചന് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഉണ്ടാക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചന് മാർത്തോമ സഭയുടെയോ മറ്റേതെങ്കിലും സഭയുടെ ഭാഗമായിട്ട് നിന്നാൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചന് ഈ സഭകളുടെ ഒന്നും ഭാഗമാകാതെ പൊയ്കയിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അത്തരം ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് പോലും തനിക്ക് ജാതി വേർതിരിവ്, ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചൻ സ്വന്തമായൊരു സഭ ഉണ്ടാക്കിയത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതുകൊണ്ടാണ് അപ്പച്ചൻ ബൈബിള് കത്തിച്ചത്. എന്തുകൊണ്ടാണ് അപ്പച്ചൻ ബൈബിള് കത്തിച്ചതിന്റെ രാഷ്ട്രീയ സന്ദർഭം എന്താണ്? അപ്പച്ചൻ പറയുന്നുണ്ട്, ആ ബൈബിളിൽ ആരെ പറ്റി പറയുന്നില്ല? തിരുവിതാംകൂറിലെ അടിമ ജനതയെ പറ്റി ഒന്നും തന്നെ ബൈബിളിൽ പറയുന്നില്ല. അതിൽ ജൂതന്മാരെ പറ്റിയാണ് പറയുന്നത്. നമ്മളുടെ പ്രയാസങ്ങളെ പറ്റി, നമ്മളുടെ കഷ്ടപ്പാടുകളെ പറ്റി ഒന്നും തന്നെ ബൈബിളിൽ കാണുന്നില്ല എന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പച്ചൻ എന്ത് ചെയ്തത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഉണ്ടാക്കി. അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സന്ദർഭം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.